ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചടങ്ങുകളൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞോ? അവളിപ്പോ നവീന്റെ വീട്ടിൽ എത്തിക്കാണും അല്ലേ? ഇതുവരെ മമ്മി വിചാരിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വർക്കൗട്ടായി. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ. എല്ലാ കാര്യങ്ങളെയും ബിസിനസ്സായി കാണുന്ന സിത്താര ശ്രീനിവാസന് ഒന്നും പിഴക്കില്ല. മോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കേണ്ടത്? എന്തായിരുന്നു മമ്മിയുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം? നവീനെ എന്നേക്കുമായി എന്നിൽ നിന്ന് അകറ്റുക എന്നുള്ളതല്ലേ? എന്തൊക്കെയാ മോളെ പറയുന്നേ? ഇത്രയും നാള് ഞാൻ കരുതിയത് എനിക്ക് നവീനെ നേടിത്തരുന്നതിന് വേണ്ടിയാണ് മമ്മി കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെയാ. പക്ഷേ മമ്മിയുടെ ഈ ബിസിനസ് ബുദ്ധി നല്ലോണം കാണിച്ചു. ആരെ എവിടെ എങ്ങനെ വെട്ടിയൊതുക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന സിത്താര ശ്രീനിവാസന്റെ ബിസിനസ് ബുദ്ധി. അതുകൊണ്ട് മാത്രമാണ് എന്നോട് ഓഡിറ്റോറിയത്തിലേക്ക് വരരുതെന്ന് മമ്മി പറഞ്ഞത്. ഗാഥ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. തീയിൽ നിന്ന പോലെ ഇത്ര നേരം ഞാൻ അവിടെ നിന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് കേറുമ്പോ ഇങ്ങനെയൊക്കെ കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യത്തിന് മമ്മി ഉത്തരം പറ. എപ്പോഴാ ഞാൻ കളരിക്കലേക്ക് പോവേണ്ടത്? എപ്പോഴാ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്? എപ്പോഴാ നവീന്റെ ഭാര്യയായി ഞാൻ ജീവിക്കാൻ തുടങ്ങേണ്ടത്? പറ പറ മമ്മി. എന്താ ഗാഥ മാഡം ഇത്? മാഡത്തിന്റെ നന്മ മാത്രമല്ലേ മമ്മി ചിന്തിക്കുന്നത്? അതെ, മമ്മി ചിന്തിക്കുന്നത് മുഴുവൻ എന്റെ നന്മ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മമ്മി എന്നെ കളരിക്കലേക്ക് പറഞ്ഞയക്കില്ല. അവിടുത്തെ ശാപം ഏറ്റുവാങ്ങാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇത്തരം ആക്ഷേപങ്ങൾ കേട്ടു നിൽക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിനക്ക് വേണ്ടി മാത്രം എത്ര എടുത്ത് ഞാൻ തല കുനിച്ചു, എത്ര എടുത്ത് തരം താഴ്ന്ന പോലെ സംസാരിച്ചു. എന്നിട്ടും എന്നെ മനസ്സിലാക്കാനായിട്ട് നിനക്ക് പറ്റുന്നില്ല അല്ലേ? അപ്പോ കൃഷ്ണയെ കളരിക്കലേക്ക് പറഞ്ഞയച്ചത് എന്തിനാ? അത് ഞാൻ പറഞ്ഞതാ, ആ ശാപകഥയുടെ കാര്യം. വിവാഹം കഴിഞ്ഞ പെൺകുട്ടി കളരിക്കലേക്ക് കാലെടുത്ത് കുത്തുമ്പോ അത് സംഭവിക്കുമെന്നാണ്. അതിൽ നിന്നുകൂടെ എനിക്ക് നിന്നെ മറച്ചു പിടിക്കണമായിരുന്നു. എന്ത് സംഭവിക്കുകയാണെങ്കിലും അവൾക്ക് സംഭവിക്കട്ടെ എന്ന് ഞാൻ കരുതി. എന്റെ മകളുടെ ജീവന് ഞാൻ വില കൽപ്പിക്കുന്ന ഒരു കുറ്റമായിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? ആ ചടങ്ങ് കൂടി ഒന്ന് കഴിയട്ടെ. എന്റെ മനസ്സിലെ പേടി ഒന്ന് പൂർണ്ണമായിട്ട് നീങ്ങിക്കോട്ടെ. അത് കഴിഞ്ഞ് എന്നേക്കുമായിട്ട് നവീൻ നിന്റേത് മാത്രമാ. എനിക്കിപ്പോ അത്രേ പറയാൻ പറ്റൂ. വിശ്വസിക്കാവുന്നെങ്കിൽ വിശ്വസിക്കേ. കഷ്ടമാണ് മാഡം. മമ്മിയോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു. ചെന്ന് മമ്മിയെ സമാധാനിപ്പിക്കേ. ഒരു മകൾക്ക് വേണ്ടി ഒരമ്മയും ഇത്രയും കഷ്ടപ്പെടില്ല, അതെനിക്ക് ഉറപ്പാ.